എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ ഹരിപ്പാട് കെ എസ് പണിക്കർ. ഇന്ന് ഈ വീഡിയോടൊപ്പം ഞാൻ മറ്റൊരു വീഡിയോ കൂടി ചേർക്കുന്നുണ്ട്. ആ വീഡിയോ ഡോക്ടർ ജയശ്രീ, ഗൈനക്കോളജിസ്റ്റ്, ആ മഹതിയുടെ സ്പിരിച്വൽ സൈഡിലും എനർജി സൈഡിലും അവർക്കുണ്ടായ അനുഭവവും കൂടാതെ ആ മഹതി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തലത്തെക്കുറിച്ചുള്ള അറിവും കൂടിയാണ് പകർന്നു തരുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണണമെന്നും കേൾക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കാണുമല്ലോ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഡോക്ടർ ജയശ്രീ രഞ്ജൻ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണിയെപ്പറ്റി, അനുഭവത്തിനെ പറ്റിയൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ്. സോ വളരെ ഒരു കൊച്ചു പ്രായം തൊട്ട് ഐ യൂസ് ടു ഫീൽ ദറ്റ് ദിസ് ബോഡി ഈസ് നോട്ട് എവ്രിതിങ്. അത് ഞാൻ ആ സമയത്ത് വായിച്ച ബുക്സിൽ നിന്നൊക്കെ കുറേ ഐഡിയാസും ഒക്കെ കിട്ടിയതുകൊണ്ടാണ്. ആ സമയത്ത് മിറർ എന്നും പറഞ്ഞുകൊണ്ടൊരു മാഗസീൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഫസ്റ്റ് ടൈം ഞാൻ ഈ കിർലിയൻ ഫോട്ടോഗ്രാഫ്സ് നമ്മുടെ ഓറ കളേഴ്സിനകത്ത് കാണാൻ ഒക്കുന്നുണ്ട്. ആൻഡ് ഹൗ ഈച്ച് ഓഫ് ദീസ് ഫോട്ടോഗ്രാഫ്സ് ഒരാളുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് കാണിക്കുന്നത്. സോ ഒരു നല്ല പോലെ ഇപ്പം ഒരു യോഗിയുടെ ഓറ ഇസ് സോ ഡിഫറെൻറ്റ് ഫ്രം ദ ഓറ ഓഫ് സംബഡി ഹൂ ഇസ് ക്രിമിനലി മൈൻഡഡ്, ക്രിമിനൽ ടെൻഡൻസീസ് ഉള്ള ആൾക്കാർക്ക്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സോ ഇതെല്ലാം എന്നെ വളരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ വലുതായപ്പോഴത്തേക്ക് പല ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ് ഫോളോ ചെയ്ത് ഈച്ച് ഓഫ് ദോസ് മെഡിറ്റേഷൻസ് എൻ്റെ ജീവിതത്തിൽ അറ്റ് ദാറ്റ് ടൈം വളരെ റെലവൻ്റ് ആയിരുന്നു. ഞാൻ അന്നേരം നന്നായിട്ട് അതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് 2014 I came across a course called the Energy Medicine course. ഇത് തയ്യാറാക്കിയതൊരു അമേരിക്കൻ ലേഡിയായിരുന്നു, ഒരു ഡോണ ഈഡൻ എന്നും പറഞ്ഞൊരു ലേഡിയാണ്. അപ്പം ഇറ്റ്സ് എ 6 weeks കോഴ്സ്, എ ഷോർട്ട് കോഴ്സ്. അപ്പം ദിസ് ഡോണ എന്ന് പറയുന്ന ആളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം ക്ലെയർ വോയിൻ്റ് ആയിരുന്നു. ക്ലെയർ വോയിൻ്റ് മീൻസ് നമ്മൾ കാണുന്ന ഈ ഫ്രീക്വൻസീസിനപ്പുറമുള്ള ഫ്രീക്വൻസീസ് ഇദ്ദേഹത്തിന് കാണാൻ ഒക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് ഉള്ള ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഓറ കാണുന്നതും അതിൻ്റെ കളേഴ്സും എല്ലാം ആരെയെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരിലൊക്കെ വളരെ കൂടുതൽ ഭീതി ഉണ്ടാക്കും. ഈ ഡോണ ഒരു സ്ട്രേഞ്ച് പേഴ്സൺ ആണോ, ഒരു വിച്ച് ആണോ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതികാരമാണ് കിട്ടിയിരുന്നത്. സോ ആരോടും പിന്നെ അതിനെപ്പറ്റി വളർന്നു വരുമ്പോഴത്തേക്ക് ആരോടും അതിനെപ്പറ്റി ഒന്നും മിണ്ടത്തില്ലായിരുന്നു. ബട്ട് ആസ് ഷീ ഗ്രൂ അപ്പ് അവർക്ക് വളരെയേറെ കൂടുതൽ അലർജീസ് വരാൻ തുടങ്ങി. ആൻഡ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയി എമർജൻസി ട്രീറ്റ്മെൻറ്റ് ആവശ്യം വന്നിട്ടുണ്ട്. ബട്ട് വെൻ ഷി വാസ് 16 പെട്ടെന്ന് കൈയും കാലും തളർന്നു. അങ്ങനെ ഷി വാസ് ടേക്കൻ ടു ദ ജി പി റെഫർ ചെയ്ത് ന്യൂറോളജിസ്റ്റ് ഒത്തിരിയും കുറേ ടെസ്റ്റുകളൊക്കെ കുറേ ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, യു ഹാവ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ശരീരത്തിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അസുഖം. ഈ അസുഖത്തിൽ ന്യൂറോൺസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. സോ നെർവ്സ് സപ്ലൈ ചെയ്യുന്ന മസിൽസാണ് തളർന്നു പോകുന്നത്. സോ ഇവൻച്വലി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ നെർവ്സ് സപ്ലൈ ചെയ്യുന്ന റെസ്പിറേറ്ററി മസിൽസിനെ അറ്റാക്ക് ചെയ്തിട്ട് റെസ്പിറേഷൻ ചെയ്യാനൊക്കാതെ വന്നിട്ട് ഒരു വല്ലാത്തൊരു മരണമാണ് അവസാനം വരുന്നത്. സോ ഡോണ ഇത് കേട്ടപ്പോഴത്തേക്കൊരു ഷോക്കിലായിപ്പോയി. ഷി വാണ്ടഡ് ടു ലിവ്. ബട്ട് ഹർ മദർ എന്താ ചെയ്യുന്നത് വെച്ചാൽ
മദറും ക്ലെയർ ആണ്. അവരെ ഒരു എനർജി ഹീലറിൻ്റെ അടുക്ക കൊണ്ടുപോയി. എനർജി ഹീലർ ഈ എൻറ്റയർ സ്റ്റോറി മുഴുവൻ കേട്ടിട്ട് ഡോണയോട് പറഞ്ഞു, നമ്മുടെ ബോഡിക്കകത്ത് പല മെറീഡിയൻസ് ഉണ്ട്. ഈ മെറീഡിയൻസ് ഓരോ മെറീഡിയനും ഓരോ ഫങ്ഷനുണ്ട്. അപ്പം അവരൊരു പേര് പറഞ്ഞു, ഒരു മെറീഡിയൻ്റെ പേര് ട്രിപ്പിൾ വോമർ എന്ന് പറഞ്ഞു. സോ ഈ ട്രിപ്പിൾ വോമർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീസ്, ഈ ഒരു കാര്യത്തിന് വേണ്ടി ശരീരനെ തയ്യാറാക്കുകയാണ്. സോ ഈ ട്രിപ്പിൾ വോമർ മെറീഡിയൻ ഓവർ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആണ് ഈ പല അലർജീസ് വരികയും അവസാനം ഈ അസുഖം വരികയും ചെയ്തത്. സോ നമ്മൾ എന്താ ഇപ്പം ഇനി ഒക്കുന്നതെന്ന് വെച്ചാൽ ഈ ട്രിപ്പിൾ വോമറിനെ സെഡേറ്റ് ചെയ്യണം. ഇൻ അതർ വേർഡ്സ് ശാന്തമാക്കണം. സോ അവരോട് പറഞ്ഞു കൊടുത്ത്, ഓൾ യു ഡു ഇസ്, മുട്ടിൻ്റെ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, എൽബോയുടെ ബാക്കിലൊരു പോയിൻ്റ് ഉണ്ട്, അത് പ്രസ് ചെയ്യുക, റെഗുലറായിട്ട് 2 to 5 times a day ചെയ്യുക, കണ്ടിന്യൂ ഇറ്റ് ഫോർ ഫ്യൂ മന്ത്സ് എന്ന് പറഞ്ഞു. ബട്ട് വിതിൻ 1 week ഇദ്ദേഹത്തിൻ്റെ കൈയുടെയും കാലിൻ്റെയും തളർച്ച മാറി, അലർജീസ് പതുക്കെ മാറാൻ തുടങ്ങി. ആൻഡ് 3 months ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം കംപ്ലീറ്റ്ലി നോർമലായി. ഇവർ തിരിച്ചു പോയി ആ സെയിം ന്യൂറോളജിസ്റ്റിൻ്റെ അടുക്ക്, എന്നിട്ട് പറഞ്ഞു, ഐ എം ബെറ്റർ നൗ. അപ്പം ന്യൂറോളജിസ്റ്റിന് ഭയങ്കര അതിശയമായിപ്പോയി. അവരോട് ചോദിച്ചു, ഇനിഷ്യലി അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് 3 മാസം ഇനിയും ജീവിക്കാനുള്ള ആണ് പറഞ്ഞത്. സോ അപ്പം പറഞ്ഞ്, എന്താണ് നിങ്ങൾ ചെയ്തത്? അപ്പം ഡോണയുടെ അമ്മയും പറഞ്ഞു, ഇതാണ് ഞങ്ങൾ ചെയ്തത്, ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പം ന്യൂറോളജിസ്റ്റ് ഒരു വൈസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഈ US thousands of പീപ്പിളാണ് ഒരു വർഷം മരിക്കുന്നത് ഓഫ് മോട്ടാർ ന്യൂറോൺ ഡിസീസ്. സോ നിങ്ങൾക്ക് ഈ സംഭവിച്ചതെല്ലാം യാഥാർത്ഥ്യമായതുകൊണ്ട് യു മസ്റ്റ് ഹെൽപ്പ് ദം എന്ന് പറഞ്ഞു. അങ്ങനെ 16 വയസ്സുള്ള ഡോണ ഈ അവരുടെ ആ ഒരു കാഴ്ച, ഇൻസൈഡ് ദ ബോഡി ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി കാണാനൊക്കുന്ന എനർജി ഫീൽഡ്സിനെ പഠിച്ചു. ആൻഡ് കുറച്ച് റിസർച്ചും കൂടെ ചെയ്തപ്പോഴത്തേക്കാണ്, ആസ് ഷീ ഗ്രൂ അപ്പ്, thousands of പീപ്പിളിനെ അവർ ട്രെയിൻ ചെയ്തു എനർജി ഹീലിങ്ങിനകത്ത്. ആൻഡ് ഹൗ ടു സിമ്പിളായിട്ടുള്ള ക്യൂർസ് എല്ലാം പറഞ്ഞു കൊടുത്തു. ബട്ട് പ്രത്യേക ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ, ഈ എനർജി ഫീൽഡ്സ് അവർ ഇൻവെൻറ്റ് ചെയ്തതല്ല, അവർ ഡിസ്കവറും ചെയ്തതല്ല. ഇറ്റ് വാസ് ദെയർ ഓൾ ദ ടൈം. ആൻഡ് ഇന്ത്യയിലെ യോഗികൾ thousands of years ബാക്ക് അവരിതെല്ലാത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും ചെയ്തിട്ടുണ്ട്, ഹീലിങ്ങും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലും ചൈനയിലും ദിസ് ഈസ് എ വെൽ നോൺ സിസ്റ്റമാണ്. ദിസ് അദൃശ്യമായിട്ടിരിക്കുന്ന ഈ എനർജി സിസ്റ്റംസ്. ആൻഡ് പല ബുക്സിനകത്തും നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ് ദറ്റ് ദിസ് എനർജി സിസ്റ്റത്തിനകത്ത് നമ്മുടെ ടോട്ടൽ എനർജിയുടെ 99% ആണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ ഫിസിക്കലായിട്ടുള്ള ബോഡിക്കകത്ത് വെറും 1% ഓഫ് എനർജിയേ ഉള്ളൂ. സോ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം ദാറ്റ് നമുക്ക് കാണാത്ത ഈ സിസ്റ്റത്തിനകത്ത് എത്രമാത്രം പവർ ഉണ്ടെന്നുള്ളത്. സോ നാം ആരാണെന്നുള്ളത് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ we must go into a system of meditation so that we know who we are. So കുറച്ച് ദിവസം ലാസ്റ്റ് ഒരു 6-7 years കൊണ്ട് ഞങ്ങളൊരു മെഡിറ്റേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എങ്ങനെയോ പല പ്രോബ്ലംസൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഈ മെഡിറ്റേഷനൊന്നും ശരിക്കും ചെയ്യാതെ വന്നു. ഇറഗുലറായി ഇരിക്കുമ്പോഴും അത് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഒരു കൈൻഡ് ഓഫ് ഇൻഡിഫറൻസ് തോന്നിത്തുടങ്ങി. ഇൻഫാക്റ്റ് മെഡിറ്റേഷനകത്ത് യാതൊരു പ്രോഗ്രസ്സും ഇല്ലെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ആ സമയത്താണ് സജീവൻ സാറ് വന്ന് ഇവിടെ ഹരിപ്പാട് ഒരു ക്യാമ്പുണ്ട്, ചക്ര ഹീലിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോവാണ്, യു ഓൾസോ കം എന്നും പറഞ്ഞുകൊണ്ട്
ഞാനും മോളും കൂടെ അന്നേരം ഒരു 3-4 മണിക്കൂറേക്ക് വന്നു. ശശിധരൻ സാറിനെ മീറ്റ് ചെയ്തു. ആൻഡ് നമ്മുടെ ഈ മെഡിറ്റേഷനുള്ള പോരായ്മകൾ ഞാൻ സാറിനോട് പറഞ്ഞു. എനിക്ക് യാതൊരു പ്രോഗ്രസ്സും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം സാറ് ഇങ്ങനെ അതെല്ലാം കേട്ടിട്ട് പിന്നെ ഞാൻ ഓരോ പ്രോബ്ലംസ് ഉള്ള പിന്നെ പേഴ്സണലായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം കുറച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ആജ്ഞചക്രത്തിൻ്റെ ഇവിടെ ഇങ്ങനെ തമ്പ് പ്രസ് ചെയ്ത് പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സഹസ്രാരത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, ദസ് ലോട്ട്സ് ഓഫ് നെഗറ്റിവിറ്റി. ആ നെഗറ്റിവിറ്റി ഇപ്പം ഒന്ന് നികത്തിയിട്ടുണ്ട്. സോ യു മസ്റ്റ് ഡു മെഡിറ്റേഷൻ. ദാറ്റ് ഈസ് ദി ഓൺലി വേ ടു ബിക്കം സ്ട്രോങ്ങർ. ആൻഡ് നമ്മുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്, നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന നെഗറ്റിവിറ്റി ഇല്ലാതെ ആക്കുകയും പുറത്തു നിന്നുള്ള നെഗറ്റിവിറ്റി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിന് പറ്റുന്ന ആകെ ഒരു മാർഗം ഈ മെഡിറ്റേഷനാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ദാറ്റ് ഡെഫിനറ്റ്ലി എൻ്റെ മെഡിറ്റേഷൻ ബെറ്റർ ആയിട്ടുണ്ട്. ഏബിൾ ടു സിറ്റ് ലോങ്ങർ. അങ്ങനെ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ദാറ്റ് വി നീഡ് ഒരു കൺട്രോൾഡ് സിസ്റ്റം ഓഫ് അച്ചീവിങ് ദിസ് മെഡിറ്റേഷൻ പ്രോപ്പർലി. യോഗയ്ക്ക് വരണം, ആൻഡ് ഫാമിലി മുഴുവൻ വരണം, ആൻഡ് യു മസ്റ്റ് പ്രാക്ടീസ് ഇറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് ഞങ്ങളുടെ ഒരു ബന്ധുവിടെ മരണം ഉണ്ടായി. ഞങ്ങൾ അടക്കത്തിനൊക്കെ പോയി. തിരിച്ചു വന്നപ്പം സിവിയറായിട്ട് നെക്ക് പെയിൻ ഉണ്ടായി, തലവേദനയുണ്ടായി. ആൻഡ് അത് കുറച്ചൊരു ഫ്യൂ ഡേയ്സ് അത് കൂടിക്കൊണ്ടിരിക്കുക, അല്ല കുറഞ്ഞിട്ടേ ഇല്ല. ഇൻ സ്പൈറ്റ് ഓഫ് എന്ത് ചെയ്താലും അത് ബെറ്റർ ആയിട്ടില്ലായിരുന്നു. പിന്നെ സഡൻലി ഞാൻ ഓർത്ത് സാറിനെ ഒന്ന് വിളിക്കാം. അപ്പം സാറ് പറഞ്ഞ് വീട്ടിലോട്ട് വരണം. അങ്ങനെ ഹസ്ബൻഡും ഞാനും കൂടെ സാറിൻ്റെ വീട്ടിൽ പോയി. അപ്പം സെയിം തിങ് ഇദ്ദേഹം റിപ്പീറ്റ് ചെയ്തു. ആൻഡ് ദ മോമെൻറ്റ് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കൊരു വലിയൊരു ഹെവി ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് എൻ്റെ പെഡലിയുടെ പുറത്തും തലയുടെ പുറത്തും നിന്ന് എടുത്ത് മാറ്റിയ പോലത്തെ എഫക്റ്റ് ആയിരുന്നു. വളരെ ഫ്രീ ആയിട്ട് തോന്നി. അപ്പം ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായത് ദാറ്റ് ഞാൻ ചെയ്യുന്ന മെഡിറ്റേഷൻ പോലും ഇറ്റ് ഈസ് നോട്ട് ഇനഫ്, കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. അപ്പം നമ്മളെ തന്നെ അറിയാൻ വേണ്ടിയും നമ്മുടെ പ്രോബ്ലംസ് ഫിസിക്കൽ ആൻഡ് അതർവൈസ് സോൾവ് ചെയ്യാനും ഇത് വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ സാറ് ഇതിനെ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ഉള്ള ഒരാളാണെന്നുള്ളത് ഇതുകൊണ്ട് ശരിക്കും എനിക്ക് ബോധ്യമായി. അപ്പം ഹി ഈസ് ദെയർ ടു ഹെൽപ്പ് അസ്. ഇപ്പോൾ യോഗ ആസ് ദ മാർഗം ടു ആൻ എലിവേറ്റഡ് കോൺഷ്യസ്നെസ് എന്നുള്ളത് അതൊരു ട്രൂത്താണ്. സോ വി മസ്റ്റ് ഓൾ ഗോ ഇൻ ടു ദിസ് മെഡിറ്റേറ്റീവ് പ്രോസസ്സ്. നമ്മുടെ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും നമ്മൾ ആരാണെന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൂ. അപ്പം താങ്ക് യു ഫോർ ലിസണിങ്. നമസ്കാരം.